ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ, അതായത് ലാസ്റ്റ് എപ്പിസോഡുമായിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് പാട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരക്കാരെ, അതായത് നമ്മുടെ ഈ പാരവെപ്പുകാരെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവരെ എങ്ങനെ തിരിച്ചറിയാം, അവരെ എങ്ങനെ പ്രതിരോധിക്കാം, ഇതാണ് കേട്ടോ ഞാനിന്ന് പറയാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളൊരു ബൗണ്ടറീസ് നിശ്ചയിക്കുക. അതായത് നമ്മളൊരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ വലിയ വലിയ ലക്ഷ്യങ്ങൾ, ഇതൊന്നും നമ്മൾ പുറത്ത് പറയാതിരിക്കുക ആരോടും. ഒരുപക്ഷെ നമ്മളോട് ശത്രുത ഇല്ലാത്തവരാണെങ്കിൽ പോലും അവരോട് പറയാതിരിക്കുക. ഒരുപക്ഷെ നമ്മൾ പറയുന്ന ആൾക്ക് ഈ പറഞ്ഞ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ യാദൃശ്ചികമായിട്ടും സംസാരിക്കുന്ന കൂട്ടത്തിൽ അറിയാതെ പറഞ്ഞു പോവുകയാണ്, അവളങ്ങനെ ചെയ്യാൻ പോവുകയാണ്, അത് മതി അവർക്ക്, അത്രയും മതി അവർക്ക്. പിന്നെ അവരതേ പിടിച്ച് അതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ബൗണ്ടറീസ് നിശ്ചയിക്കുക. ആരോടൊക്കെ എത്രത്തോളം നമ്മൾ അടുപ്പം കാണിക്കണം, ആരോടൊക്കെ നമ്മൾ എന്തൊക്കെ തുറന്ന് പറയണം, ആരോടൊക്കെ പറയാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും സെറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ ഒരു ബൗണ്ടറീസ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇവരൊരിക്കലും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയോ നമ്മുടെ ലക്ഷ്യങ്ങളെ പറ്റിയോ ഇവരറിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പോസിറ്റീവ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. അതായത് നമ്മളുടെ ലക്ഷ്യങ്ങളിൽ എപ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ ലക്ഷ്യങ്ങളിൽ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും എപ്പോഴും. അപ്പോൾ അതുപോലെയുള്ള ആളുകളെ നമ്മളെപ്പോഴും നമ്മുടെ കൂടെ നിർത്തുക. അതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം. നല്ല ഫ്രണ്ട്ഷിപ്പും ഉണ്ടാക്കിയെടുക്കുക, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അവരെപ്പോഴും നമ്മുടെ ആപത്തിലും സന്തോഷത്തിലും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അവർ ഒരിക്കലും നമുക്കിട്ട് പാരവെക്കുകയില്ല. നമ്മളുടെ ഹാപ്പിനെസ് എങ്ങനെയാണോ, നമ്മളെങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാത്തിനും നമുക്ക് അവർ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആളുകളുമായിട്ട് നമ്മളൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടുകെട്ടിൽ പെട്ട് നിൽക്കുമ്പോൾ ഇത്തരക്കാർ നമ്മുടെ അടുത്തേക്ക് വരാൻ ഒന്നും മടിക്കും. കാരണം അവരുടെ ഈ പറഞ്ഞ പ്രവൃത്തികളൊന്നും ഇവിടെ നടക്കില്ല എന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരൊരിക്കലും പിന്നെ നമ്മുടെ പുറകെ വരില്ല. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഇനി മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവങ്ങളിൽ വന്നാൽ തളർന്നു പോവരുത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ പേടിച്ച് ആരും ആരുടെയും കഴിവുകൾ ഇല്ലാണ്ടാക്കരുത്, പേടിച്ച് ഇരിക്കരുത്. ഓക്കെ, എല്ലാവരും സക്സസ്സിലെത്തും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം. ഇനിയും ഇതുപോലുള്ള മോട്ടിവേഷനൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം കേട്ടോ.